എന്താ നിങ്ങളിപ്പോ ഇതിനെ കെട്ടിപ്പിടിക്കാൻ വന്നേ? ആഹാ, ഞാനാണോ കുഞ്ഞല്ലേ കെട്ടിപ്പിടിച്ചത്? ആണോ? ഞാന് സുരഭിയാന്ന് ഓർത്തിട്ടേ. സുരഭിന്ന് വിചാരിച്ചാ? ഇങ്ങനെയൊന്നും കെട്ടിപ്പിടിക്കല്ലേ കേട്ടോ, പ്രശ്നമുണ്ട്. ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന നിങ്ങളിപ്പോ വന്ന കാര്യം എന്താ? എനിക്ക് നീതി വേണം കുഞ്ഞെ. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും എനിക്കത് വേണം. എന്തോ കാര്യം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. ഇന്ന് സുരഭി എന്നെ പരിഹസിച്ചു, എന്റെ തൊഴിലിനെ പരിഹസിച്ചു. ഇതെല്ലാം പോട്ടെ, എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമെന്നും പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞു. ഷീ ഈസ് ആക്ച്വലി ഗ്രേറ്റ്. ഐ ഷുഡ് അപ്രീഷിയേറ്റ് ഹർ ബിക്കോസ് എനിക്ക് ഇതുപോലത്തെ ഗട്ട്സ് ഇല്ല ആരോട് മുഖത്ത് നോക്കി പോടാ എന്ന് പറയാനേ. അവളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീ ഈസ് ഗ്രേറ്റ്. ഓ കൊള്ളാം. ഞാൻ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് കുഞ്ഞിന്റെ അടുത്ത് വന്നപ്പോ കുഞ്ഞു എന്നെ പരിഹസിക്കാനല്ലേ? നന്നായിരിക്കുന്നു കേട്ടാ, നന്നായിരിക്കുന്നു. അണ്ണനിപ്പോ എന്തോ പ്രശ്നം എന്തുവാ? എന്താ പ്രശ്നം? ഇതിപ്പോ എന്തായാലും ഒരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. എന്റെ പൊന്നണ്ണ, ഇതിനകത്തൊന്നും എനിക്കൊരു പരിഹാരം പറയില്ല. ഇതിനകത്ത് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത് അമ്മയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറ, ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങുമായിരുന്നു. കൊച്ചമ്മ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഈ അഹങ്കാരം എന്റെ അടുത്ത് കാണിക്കുന്നത്. അമ്മയോടെ പോയി? ആ വാക്കേ ഞാൻ ചോദിച്ചുള്ളൂ, കൊച്ചമ്മ ഇവിടെ പോയി. അതിന് പറയാനൊരു തെറിയില്ല, പച്ചത്തെറിയാണ് വിളിച്ചു പറഞ്ഞത്. സുരഭി എന്നെ വിളിച്ച്. അവളങ്ങനെ വിളിക്കാൻ സാധ്യതയൊന്നുമില്ല. ഇതാണ് എന്റെ അമ്മയുടെ അമ്മമ്മേനെ വിളിച്ചു കുഞ്ഞെ. കുഞ്ഞെന്തായാലും വഴക്ക് പറയണം. വഴക്ക് പറയണം. എന്നിട്ട് പറയണം, എന്റെ മൂത്ത ചേട്ടനെ പോലെയാണ് മുത്തുവണ്ണൻ, അതുകൊണ്ട് അദ്ദേഹത്തിനെ ബഹുമാനിക്കണം, പരിഹസിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, അദ്ദേഹത്തിന് വഴക്ക് പറയാൻ പാടില്ല, നല്ല ബഹുമാനപൂർവ്വം വേണം കാണാൻ എന്നൊക്കെ പറയണം. നല്ല രീതിയിൽ വഴക്ക് പറയണം. എന്നെ കൊണ്ട് പറ്റത്തില്ല. അതെന്ന് പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് പോയി പറയാം. പറ്റത്തില്ല, ഞാൻ പറഞ്ഞു. കുഞ്ഞിന്റെ അടുത്ത് ഞാനാണ് പറഞ്ഞത്, രാവിലെ താഴെ നിപ്പോണ്ട് ചെന്ന് വഴക്ക് പറയപ്പോ. അണ്ണൻ ഇപ്പൊ എന്റെ കൈ തൊട്ടേ എനിക്ക് ഉറങ്ങണം. ഞാൻ വിടൂല. വാങ്ങിക്കോട്ട്. പറ്റത്തില്ല. വന്നേ പറ്റുള്ളൂ. പറ്റത്തില്ലെന്ന് പറഞ്ഞല്ലോ അണ്ണാ. ഞാനേ ഒരുപാട് തോലെടുത്ത് നടന്ന ഒരാളാണ്, അത് മറക്കരുത്. നിങ്ങൾ തോളെടുത്തുന്ന കഥയൊന്നും എന്റെ അടുത്ത് പറയല്ലേ മുത്തണ്ണ. കാര്യങ്ങളൊക്കെ ചെറുതായിരുന്നെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ സെറിലാക്ക്, ബൂസ്റ്റ്, ഹോർലിക്സ് എല്ലാം കട്ട് കുടിച്ചല്ലേ നിങ്ങള്. ഞാനല്ലേ മറന്നിട്ടൊന്നുമില്ല. എന്തായാലും പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ. ഇല്ല. ഉറപ്പന്നെ. ശരി. എനിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. ഞാൻ വെറും പാവപ്പെട്ടവൻ. ആരും അല്ലല്ലോ നിങ്ങൾക്ക്. ഞാനൊരു പട്ടി, ചാവാലിപ്പട്ടി. ഞാനൊരു പട്ടി, ചാവാലിപ്പട്ടി. 2 കാലുകളുണ്ട് എനിക്ക്, 2 കാലുകളുണ്ട്. മതി, ഇനി ഇവിടെ നിന്ന് കവിത പോലും പാടിക്കഴിഞ്ഞാൽ ഞാൻ ഇടിച്ചും പിടിച്ചിട്ട് പോയ ഇവിടെ നിന്ന്. കവിത പോലും പാടാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കത്തില്ല. ഓഹോ, അത് ശരി. ഉറക്കം കളയാൻ